വെൽക്കം ഗായ്സ് സിനി മീഡിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഓണത്തിന് വരുന്ന ഒരു സിനിമകളുടെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അൺഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റുകളുണ്ട്, ഒഫീഷ്യൽ ആവാൻ പോകുന്ന അപ്ഡേറ്റുകളുണ്ട്. ഇതിൽ എന്തായാലും നമുക്കൊരു ഇൻസൈഡ് റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്, നമ്മുടെ ബാരോസിന്റെ ആണ്. എന്തായാലും നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു 3D പടം വരും നാളുകളിൽ ഇറങ്ങും. സെപ്റ്റംബർ 12-ന് ഇറങ്ങാണ്. എന്തായാലും ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ കുറെ കാത്തിരുന്നു. ഒഫീഷ്യൽ അപ്ഡേറ്റിന് ഇപ്പോൾ അത് വന്നു. ഇനിയിപ്പോൾ അതിന്റെ കൂടെ വരുന്ന സിനിമകളുടെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ദിലീപ് ധ്യാൻ കോംബോയിൽ വരുന്ന ഒരു സിനിമയാണ്. ഇതുവരെ ഒരു അപ്ഡേറ്റും ആ ഒരു പടത്തിനെ കുറിച്ച് വന്നിട്ടില്ല. പക്ഷെ എന്നാൽ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ടെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ട് വരുന്നത്. എന്തായാലും പടത്തിന്റെ റിലീസ് ഡേറ്റ് അതുപോലുള്ള ഒഫീഷ്യൽ പോസ്റ്റർ, പേര് കാര്യങ്ങളൊക്കെ വരുന്ന ആളുകളിൽ റിലീസ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബാസൂക്കിയാണ്. നമ്മുടെ മമ്മൂട്ടി വീണ്ടും ഒരു കിടിലൻ ഗെറ്റപ്പിൽ വരുന്ന ഒരു യൂത്ത് ആയിട്ട് വരുന്ന ഒരു പടമാണ്. എന്താവുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ഒരു പുതിയ ഡയറക്ടറാണ്. എന്തായാലും മമ്മൂട്ടിയാണ് ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിനെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത്. ആ ഒരു കൂട്ടത്തിലേക്ക് ആ ഒരു ഡയറക്ടറും കൂടി വരുമോ എന്ന് കണ്ടറിയണം. എന്തായാലും ഓണം റിലീസാണ് ബാസൂക്ക പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ വരുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. വീണ്ടും ഒരു അപ്ഡേറ്റ് ഉണ്ട്. അത് ലാസ്റ്റ് സിനിമയാണ് ഈ ഒരു അപ്ഡേറ്റിലെ. നമ്മുടെ അജയന്റെ രണ്ടാം മോഷണം. ടൊവിനോ തോമസ് 3 ഗെറ്റപ്പുകളിൽ വരുന്ന ഒരു കള്ളന്റെയും അത് കഥ പറയുന്ന ഒരു സിനിമയാണ്. എന്തായാലും 3Dയിൽ വരുന്ന ആ ഒരു സിനിമ നമ്മുടെ ബാരൂസിന്റെ കൂടെ 3D ക്ലാഷ് ആവുമോ എന്താവോ എന്ന് കണ്ടു തന്നെ അറിയാം. നമുക്ക് എന്തായാലും ആ ഒരു പടമാണ് അടുത്തത് വരുന്ന ഒരു അപ്ഡേറ്റ്. എന്തായാലും ഈ ഓണം റിലീസുകൾ ഇനി മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് വരും നാളുകളിൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇൻസൈഡ് അപ്ഡേറ്റ് പറയുന്നത് ഈ ഒരു 4 സിനിമകളാണ് ക്ലാഷ് ആയിട്ട് റിലീസിന് വരുന്നത് അടുത്തടുത്തായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ. എന്തായാലും ഈ ഒരു 4 സിനിമകളുടെയും ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങൾക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.